എന്താണ് മുംബൈ ഭീകരാക്രമണം? ഈ സ്കൂളിൽ വെച്ചാണ് റാണ ഡേവിഡ് ഹെഡ്ലിയുമായി പരിചയപ്പെടുന്നത്. ഇതുമൂലം 174 പേരാണ് മരിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തഹവൂർ ഹുസൈൻ റാണയെക്കുറിച്ചാണ്. തഹവൂർ ഹുസൈൻ റാണ, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ. റാണയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് മുംബൈ ഭീകരാക്രമണം? 2008 നവംബർ 26 മുതൽ 29 വരെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഭാരതത്തിലെ മുംബൈ നഗരത്തിൽ നടന്ന ഒരു തീവ്രവാദി ആക്രമണം. പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ-ഇ-ത്വയ്ബ എന്ന തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട 10 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത്. മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷൻ, താജ് ഹോട്ടൽ, ഒബ്രോയ് ഹോട്ടൽ, നരിമാൻ ഹൗസ് തുടങ്ങിയ പലയിടങ്ങളിൽ അവർ ആക്രമണം നടത്തി. ഇതുമൂലം 174 പേരാണ് മരിച്ചത്. അതിൽ 20 സുരക്ഷാ ഉദ്യോഗസ്ഥരും 26 വിദേശ പൗരന്മാരും ഉൾപ്പെടും. ഇനി നമുക്ക് തഹവൂർ ഹുസൈൻ റാണ ആരാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനാണ് റാണ. പാക് വംശജനായ കനേഡിയൻ ബിസിനസ്സുകാരനാണ് തഹവൂർ ഹുസൈൻ റാണ. പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയും 1997 ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് കുടിയേറിപ്പാർക്കുകയും 2001 കനഡിയൻ പൗരത്വം നേടി പിന്നീട് ഷിക്കാഗോയിലേക്ക് താമസം മാറുകയും അവിടെ എമിഗ്രേഷൻ കൺസൾട്ടൻസി ഉൾപ്പെടെയുള്ള വിവിധ ബിസിനസ്സുകൾ ചെയ്യുകയും ചെയ്തു. റാണയുടെ കുട്ടിക്കാലം പാകിസ്ഥാനിലായിരുന്നു. 1961 പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചാക് ബേലി ഖാൻ എന്ന ഗ്രാമത്തിലാണ് റാണ ജനിച്ചത്. റാണ പഠിച്ചതും പാകിസ്ഥാനിലായിരുന്നു. പാകിസ്ഥാനിലെ സൈനിക സ്കൂളായ മിലിറ്ററി സ്കൂൾ അറ്റ് ഹസൻ അബ്ദൽ എന്ന വിദ്യാലയത്തിലാണ് റാണയുടെ സ്കൂൾ വിദ്യാഭ്യാസം. ഈ സ്കൂളിൽ വെച്ചാണ് റാണ ഡേവിഡ് ഹെഡ്ലിയുമായി പരിചയപ്പെടുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം റാണ മെഡിക്കൽ പഠനത്തിലേക്ക് തിരിഞ്ഞു. റാണ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള ആർമി മെഡിക്കൽ കോളേജിൽ പഠിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് ആർമി ഡോക്ടറായും സേവനമനുഷ്ഠിച്ചു. ഈ വിദ്യാഭ്യാസവും സൈനിക പശ്ചാത്തലവുമാണ് റാണയെ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തിലേക്ക് വഴി തെളിയിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. തഹവൂർ റാണ അമേരിക്കയിൽ താമസിക്കുന്ന കാലത്ത് നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തി. റാണയ്ക്ക് ലഷ്കർ-ഇ-ത്വയ്ബ എന്ന പാകിസ്ഥാൻ ആസ്ഥാനമായ തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്നും 2008 മുംബൈ ആക്രമണത്തിലും ഡെൻമാർക്കിലെ ജിൻലാൻഡ് പോസ്റ്റൽ പത്രത്തിൻ്റെ ആക്രമണം നടത്താനുള്ള ശ്രമത്തിലും പങ്കുണ്ടെന്ന് കണ്ടെത്തി. 2009 റാണയെ ചിക്കാഗോയിൽ അറസ്റ്റ് ചെയ്തു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ചേർന്ന് മുംബൈ ആക്രമണത്തിനു വേണ്ടി മുംബൈയിലെ ലക്ഷ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി. 2011 റാണയെ ഡെൻമാർക്കിലെ ആക്രമണ ശ്രമത്തിൽ പങ്കെടുത്തതിനും ലഷ്കർ-ഇ-ത്വയ്ബയ്ക്ക് പിന്തുണ നൽകിയതിനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 14 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. 2023 അമേരിക്കൻ സുപ്രീം കോടതി റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അനുമതി നൽകി. അവസാനം 2025 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സ്ഥിരീകരിച്ചു.